നമസ്കാരം. സുപ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം. മധുരമീ ജീവിതം എന്ന് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്. കാരണം ജീവിതത്തിലെ ഏത് ആഘോഷത്തിനാണെങ്കിലും മധുരം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. പക്ഷെ പലപ്പോഴും ഈ ആഘോഷവേളകളിൽ മധുരം മാറ്റി നിർത്തുന്ന ചിലരുണ്ട്. അവരാണ് പ്രമേഹ രോഗികൾ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കേരളത്തിലാണ്. മലയാളികൾക്ക് അവകാശപ്പെടാവുന്ന ഒന്നാണ്. എന്നാൽ നാം ഓർക്കണം, ഇവിടെ എന്തുകൊണ്ട് നമുക്ക് പ്രമേഹ രോഗികൾ വർദ്ധിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ച ആ ഒരു ഗതിയിലേക്കാണ് പോകുന്നത്. ഇന്ന് ഈ പ്രമേഹത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു ഡയബറ്റോളജിസ്റ്റാണ്. കോഴിക്കോട് PVS മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചീഫ് ഡയബറ്റോളജിസ്റ്റും ഡയബറ്റോളജിയിൽ PhD നേടിയിട്ടുള്ള അപൂർവം ഡോക്ടർമാരിൽ ഒരാളുമായ ഡോക്ടർ സുരേഷ് കുമാറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഏഷ്യാനെറ്റ് സുപ്രഭാതത്തിലേക്ക്. ഡോക്ടർ, കേരളത്തിൽ തന്നെ മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രമേഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠന ഗ്രന്ഥങ്ങളിൽ ഒരുപക്ഷെ ആദ്യത്തേത് ഡോക്ടർ എഴുതിയിട്ടുള്ള ഈ പ്രമേഹവും ചികിത്സയും എന്നുള്ള ഒരു ബുക്കായിരിക്കാം. ഇതിനിടയ്ക്ക് ഒരുപാട് ആനുകാലികളെയും അങ്ങ് സ്ഥിരമായിട്ട് എഴുതാറുമുണ്ട്. നോർത്ത് കേരളയിൽ തന്നെ ഡയബറ്റിക് ഫുഡ് സെൻറ്റർ തുടങ്ങിയത് ഡോക്ടർ സുരേഷ് കുമാറാണെന്ന് തോന്നുന്നു. അങ്ങയുടെ ഇത്രയും കാലത്തെ ചികിത്സയിൽ ഇത്രയും ഡയബറ്റിക് പേഷ്യൻസിനെ കണ്ടിട്ടും ഇത്രയും ധാരണ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വ്യക്തമായ ഒരു പ്രമേഹ ധാരണ നമ്മുടെ രോഗികൾക്കിടയിൽ ഇല്ലാതെ പോകുന്നത്? അതായത് സത്യമാണ് ഡോക്ടർ മനോജ് പറഞ്ഞത്. പ്രമേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഷുഗറാണ്. എല്ലാവരുടെയും ധാരണയിൽ ഷുഗറിന്റെ ഒരു അബ്നോർമാലിറ്റി, ഷുഗർ കൂടുന്നു, അതാണ് പ്രമേഹം. ഡയബറ്റിസ് ഈസ് ഈക്വൽ ടു ഷുഗർ എന്നുള്ളതാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ഫിനോമിനൻ പോലെ വെറും 10% മാത്രമാണ് സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രമേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കോംപ്ലിക്കേഷനുകൾക്കും ഷുഗറിനുള്ള റോള്. മറ്റു ഒരുപാട് ഘടകങ്ങൾ ഈ പ്രമേഹത്തിന്റെ പിന്നിലുണ്ട്. അതല്ല, ഈ ആഴത്തിലുണ്ട്, അതിന്റെ അടിയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് കാണുന്നില്ല. നമ്മൾ ഉള്ളിൽ ചെന്ന് തപ്പിയാലേ കാണും. അത്രയും ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും മാത്രമേ നമുക്ക് പ്രമേഹത്തിന്റെ യഥാർത്ഥ ആഴവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാവുള്ളൂ. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം വാസ്തവം. കാരണം പ്രമേഹത്തെക്കുറിച്ചുള്ള ഏത് ചർച്ച എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നമ്മൾ ഇൻസുലിൻ്റെ അളവ്, ഷുഗർ ഉള്ള പേഷ്യൻസ്, ഷുഗർ ഇല്ലാത്ത പേഷ്യൻസ്, ഈ ഒരു ക്രൈറ്റീരിയ അല്ലാതെ പ്രമേഹത്തെ വേറൊരു ആംഗിൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് ശരിക്കും പ്രമേഹ രോഗികൾ? യഥാർത്ഥത്തിൽ പ്രമേഹ രോഗികൾ എന്ന് പറയുന്നത് ഷുഗർ ഉള്ളവർ മാത്രമല്ല. പ്രമേഹം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡയഗ്നോസ് ചെയ്യുന്ന പ്രമേഹം ഒരു വലിയൊരു സ്പെക്ട്രത്തിന്റെ ഒരു ചെറിയ ഘടകമാണ്. പ്രമേഹം എന്ന് പറയുന്നത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന വലിയൊരു മെറ്റബോളിക് അബ്നോർമാലിറ്റി, ബോഡിയിൽ ഷുഗർ മാത്രമല്ല ലൈപ്പിഡ്സ്, പ്രോട്ടീൻ, മറ്റു പല ഹോർമോൺസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മെറ്റബോളിക് അബ്നോർമാലിറ്റിയുടെ ഒരു വിസ്തൃതമായിട്ടുള്ള ഒരു ഘടകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഗ്ലൂക്കോസ് അബ്നോർമാലിറ്റിയും. അതിൽ തന്നെ ഇൻസുലിനുള്ള റോളും സത്യം പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. പക്ഷെ അത് ഒരു പുതിയ അറിവാണല്ലോ. ഈ ഇൻസുലിൻ അല്ലെങ്കിൽ പിന്നെ എന്താ വല്ല കൊളസ്ട്രോളും ആണോ? തീർച്ചയായിട്ടും കൊളസ്ട്രോളിന് ഇതിൽ നല്ല റോൾ ഉണ്ട്. കാരണം ഞാൻ പറയുന്നത് ഷുഗർ കൂടാനുള്ള കാരണമല്ല പറയുന്നത്. ഡയബറ്റിസ് എന്ന് പറയുന്ന ഫിനോമിനൻ ഷുഗർ കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള മറ്റു ഭാഗങ്ങളെയും കുറിച്ച് പറയുമ്പോൾ, അതിന്റെ കോംപ്ലിക്കേഷൻസ് പറയുമ്പോൾ നമ്മൾക്ക് ഇൻസുലിനും ഷുഗറും അല്ലാതെ ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ടെന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഡയബറ്റീസിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ആംഗിൾ എന്താണെന്ന് വെച്ചാൽ സബ് ക്ലിനിക്കൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ ക്ലിനിക്കലി എവിഡന്റ് അല്ലാത്ത ഒരു ആസ്പെക്ട്. അതുപോലെ തന്നെ മറ്റു ഹോർമോൺസ് ഉണ്ട്. ചില ഹോർമോൺസിന് ഈ ഡയബറ്റീസിലും ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസിലൊക്കെ ഒരുപാട് റോൾ ഉണ്ട്, എസ്പെഷ്യലി ഇൻ മെയിൽസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഭയങ്കര റോളുണ്ട്. അതേപോലെ തന്നെ ജെനറ്റിക്സിന്, പാരമ്പര്യം. ഈ പാരമ്പര്യം നമ്മൾ പറയുമെങ്കിലും പ്രമേഹം ചികിത്സിക്കുന്ന സമയത്ത് ഈ പാരമ്പര്യത്തെ നമ്മൾ ഒരു ചികിത്സിക്കാനുള്ള ഒരു വഴിയായി നമ്മൾ പലപ്പോഴും കാണാറില്ല. ചികിത്സ നിശ്ചയിക്കാനുള്ള ഒരു വഴിയായി ഇതിന്റെ പിന്നിൽ കിടക്കുന്ന ഇത്തരം അബ്നോർമാലിറ്റികളെ നമ്മൾ കാണാറില്ല. നമ്മൾ കാണുന്നത് എന്താണ്? ഷുഗറിന്റെ റിപ്പോർട്ട് നോക്കും, ബ്ലഡ് ഷുഗർ റിപ്പോർട്ട് നോക്കും, അല്ലെങ്കിൽ കൊളസ്ട്രോൾ റിപ്പോർട്ട് നോക്കും. നമ്മൾ പേപ്പർ നോക്കിയാണ് ചികിത്സിക്കുന്നത്. രോഗിയെയും രോഗിയുടെ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ഹിസ്റ്ററിയും പഠിച്ചിട്ട് ചികിത്സിക്കുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റം സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്കില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ചർച്ചയിൽ ഞങ്ങൾ ഡോക്ടർ സുരേഷ് കുമാറിനെ പോലെ ഇത്രയും റിസർച്ച് നടത്തുന്ന ഒരു ഡോക്ടർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു സാധാരണഗതിയിലുള്ള ഒരു ചർച്ചയുടെ ഗതിയല്ല, മറിച്ച് ഈ എന്തുകൊണ്ട് ഒരാൾക്ക് പ്രമേഹം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ആധികാരികമായ ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമോ?
ഒരാൾക്ക് ഇന്ന് നമ്മുടെ ഈ ലോകത്ത് ഇപ്പം എന്തുകൊണ്ട് പ്രമേഹം വരുന്നു എന്നുള്ളതിനേക്കാൾ പ്രമേഹം ഒരുപാട് കാലമായിട്ട് നമ്മുടെ ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു ഘടകമാണ്. ഏറ്റവും ലോകത്തിൽ ആദ്യം തന്നെ പ്രമേഹത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മുടെ ഭാരതീയരായിട്ടുള്ള പഴയ സുശ്രുതനമൊക്കെയാണ് നമ്മുടെ ഇതിലുള്ളത്. അപ്പം പക്ഷേ പ്രമേഹം എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇത്രയധികം കൂടുതൽ കാണപ്പെടുന്നു? ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു പ്രമേഹം, പക്ഷെ ഇപ്പോഴെന്താ പെട്ടെന്ന് പ്രമേഹം ഇത്രയും ചാടി ചാടി കൂടുതൽ മുന്നോട്ട് വരാൻ കാരണം എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇഷ്യൂ. അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ വരുന്നു, ഇന്ത്യക്കാർക്ക് ഇത്രയും കൂടുതൽ പ്രമേഹം വരുന്നു, കേരളക്കാർക്ക് ഇത്രയും കൂടുതൽ പ്രമേഹം വരുന്നു എന്ന് ആകുലപ്പെടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതായത് നമ്മുടെ ജനറ്റിക് ഒരു സിസ്റ്റം ഉണ്ട്, ജീൻസിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ സാധാരണഗതിയിൽ വർഷങ്ങളായി, മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു മൃഗമോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ എങ്ങനെ ജീവിക്കണം, അതിന്റെ ചുറ്റുപാടുകളോട് അത് എങ്ങനെ പ്രതികരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ജീൻസ് ആണ്. ഈ ജീൻസ് പെട്ടെന്ന് മാറില്ല. ഇത് ഒരുപാട് കാലത്തെ 10,000-കണക്കിന് വർഷങ്ങൾ കൊണ്ടേ ഒരു ജീൻ ചേഞ്ച് ചെയ്ത് വരുള്ളൂ. ഇപ്പൊ നമ്മുടെ മനുഷ്യക്കുരങ്ങുകളിൽ നിന്ന് മനുഷ്യനായി മാറിയത് ഒരുപാട് കാലത്തെ ചേഞ്ച് കൊണ്ടാണ്. ഇപ്പം തന്നെ ഇപ്പൊ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചേഞ്ചുകളുണ്ട്. കാരണം നമ്മുടെ വളരെ പ്രായം കൂടിയ ആൾക്കാരുടെ ശരീരഘടന കുറച്ച് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ശരീരം. അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡേ ടു ഡേ നമ്മൾക്ക് ഇന്ന് കാണുന്നല്ല, നമ്മൾ ചെറുപ്പത്തിൽ ഞാനും ഡോക്ടർ മനോജും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ കാര്യങ്ങളല്ല ഇന്ന് നമ്മൾ കാണുന്നത്. ദൈനംദിനം നമുക്ക് ചേഞ്ചുകൾ കണ്ടുകൊണ്ടിരിക്കാൻ, ഈ ചേഞ്ചുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മുടെ ജീൻസ് പഠിച്ചിട്ടില്ല. മനസ്സിലാക്കാം, നമ്മുടെ ജീൻസ് ഒരു സെറ്റ് ജീൻസ് ആണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഹോമോസാപ്പിയൻസിന്റെ ഒരു ജീൻസ് ആണ്. ആ ജീൻസിന് ഇന്ന് പെട്ടെന്ന് വന്നിരിക്കുന്ന ഈ ചേഞ്ചുകളോട് പൊരുത്തപ്പെടാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടുകളിലാണ് ഇത്തരം അബ്നോർമാലിറ്റികൾ പുറത്തു വരുന്നത്. അതായത് ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഫാസ്റ്റ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ്, സ്വീറ്റ്സ്, ഹൈ കലോറി, കൊളസ്ട്രോൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ശരീരം പര്യാപ്തമല്ല. പക്ഷെ അങ്ങനെയാണ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ അപ്പോൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണോ പ്രമേഹം കൂടുതലായിട്ടുള്ളത്? നോൺ വെജ് കഴിക്കുന്നതും പ്രമേഹം കൂടാൻ ഒരു കാരണം തന്നെയാണ്. പക്ഷെ കൂടുതലും കണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു നോൺ വെജ് കഴിക്കുമ്പോഴാണ് കൂടുതൽ അത് വരാനുള്ള ഒരു സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് ചില പഠനങ്ങൾ പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് മലപ്പുറം ജില്ലയിലാണെന്ന്. ഏതാണ്ട് അങ്ങനെ ഒരു ആധികാരികമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ചില അനൗദ്യോഗികമായിട്ടുള്ള ചില പഠനങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതായിരിക്കാം കാരണം. ഈ പാരമ്പര്യത്തിന്റെ കാര്യം പറഞ്ഞ സമയത്ത് വളരെ ആക്സിഡന്റലി ഒരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഡോക്ടർ മനോജിന് മറ്റേ അവാർഡ് കിട്ടിയ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഫ്രണ്ട് ഡോക്ടർ നവീൻ വന്ന് ഡോക്ടറോട് ചോദിക്കുകയുണ്ടായി, ഡോക്ടർ എനിക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ടോ? ഓർമ്മയുണ്ട് ഡോക്ടർ? പക്ഷെ ആ സമയത്ത് വളരെ ഇത്രയും ഡോക്ടർ നവീനെ പോലത്തെ ഇത്രയും എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള വളരെ യങ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഡോക്ടർ വളരെ നിഷ്കരണം പറയുകയാണ്, നവീൻ എന്തായാലും ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്, കാരണം നവീന്റെ ഫാദറിന് ഡയബറ്റീസ് ഉണ്ട്. എവിടെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരാളുടെ ഫാദറിനോ മദറിനോ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എനിക്കും അത് കിട്ടുമെന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ്. പക്ഷെ എനിക്കത് എന്നെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പ്രിവെന്റ് ചെയ്ത് ഇല്ലാതാക്കാൻ പറ്റില്ലെങ്കിലും ഇതിന്റെ ഒക്കറൻസ് ഡിലേ ചെയ്യിക്കാൻ പറ്റും. ഇപ്പൊ ഡയബറ്റിസ് തുടങ്ങുന്ന സമയം, കാരണം നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ നടന്ന പഠനങ്ങളിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ തലമുറയെ അപേക്ഷിച്ചിട്ട് വരുന്ന തലമുറകൾക്ക് പ്രമേഹം ഒരു 10 വർഷം മുമ്പേ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടർ നവീന്റെ ഫാദറിന് ഡയബറ്റീസ് വന്നിരിക്കുന്നത് 60 വയസ്സായപ്പോഴാണ്. പക്ഷേ നവീനെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ നവീന്റെ ഫാദർ ഫിസിക്കലി നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എപ്പോഴും. എന്നിട്ട് പോലും 60 വയസ്സിൽ ഡോക്ടർ നവീന്റെ ജോലി ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോലിയല്ല. മാത്രമല്ല ശരീരഘടന വെച്ച് നോക്കുമ്പോഴൊക്കെ തന്നെ കുറച്ചൊരു ഫാറ്റ് ഡെപ്പോസിറ്റ് കുറച്ച് കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. ആ അവസ്ഥയിൽ തന്നെ ഈ നവീന് അതിന് ഒരു 10 വർഷം മുമ്പ്, ഞാൻ പറയും 20 വർഷം മുമ്പ് തന്നെ പ്രമേഹം വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു യുവാക്കളുടെ സ്ഥിതി. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ കോഷ്യസ് ആവേണ്ട ഒരവസ്ഥയല്ലേ ഇപ്പം? തീർച്ചയായിട്ടും. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ ജീവിക്കുമ്പോഴും നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ ജീൻസ് ഈ സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണോ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പര്യാപ്തമാണോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രിക്കോഷൻ എടുക്കണമെന്ന്. വഴുക്കലുള്ള നിലത്തുകൂടി നടക്കുമ്പോൾ നമ്മൾ പ്രിക്കോഷൻ എടുക്കുന്നത് പോലെ നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴുവഴുപ്പുള്ള ഒരു പ്രതലമാണ് നമ്മുടെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ജീൻസിനെ സംബന്ധിച്ചിടത്തോളം. ആ ജീൻസ് സ്ലിപ്പ് ചെയ്തു പോകുന്നു, അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ മൊത്തം മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്ത് നേർവഴിക്ക് നയിക്കാൻ ജീൻസിന് ആവാത്തത് കൊണ്ടാണ് ഔട്ട് ഓഫ് കൺട്രോൾ പിടിവിട്ട് പോയിട്ട് ഈ ഷുഗറും കൊളസ്ട്രോളും എല്ലാം കൂടി വരുന്നത്. ജീൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ജീൻസിന് ആഗ്രഹമുണ്ട് ഏത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെയും ഷുഗറിനെയൊക്കെ
നോർമലാക്കി നിർത്തി നമുക്ക് ദീർഘായുസ് തരാനും ആരോഗ്യമുള്ള ഒരു ജീവിതം തരാനൊക്കെ, പക്ഷെ അത് പറ്റുന്നില്ല. അപ്പൊ നമ്മളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ജീവിതം നയിക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് മലയാളികളുടെ മാറുന്ന ജീവിത രീതി, തൊഴിൽ സംസ്കാരം, ലോകത്തിന്റെ തന്നെ മാറുന്ന ജീവിത രീതി, മലയാളികളുടേത് മാത്രമല്ല ലോകത്തിന്റെ. അതുകൊണ്ടാണോ മുമ്പ് ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ ഏറ്റെടുത്തിരുന്ന സാധനം ഇപ്പോൾ വേൾഡ് ഡയബറ്റിക് ഡേ ഐക്യരാഷ്ട്രസഭ തന്നെ നേരിട്ട് ഏറ്റെടുത്ത് നടത്തുന്നത്? തീർച്ചയായിട്ടും 2007 കോട്ടിലൊരു ബ്ലൂ റിംഗ് ഉണ്ടല്ലോ, അതെന്താണ് ഈ ബ്ലൂ റിംഗ് സിംബലൈസ് ചെയ്യുന്നത്? യുണൈറ്റഡ് നേഷൻസ് ഈ എന്താ പറയാ ലോക പ്രമേഹ ദിനത്തിന് അതിനെ ഒരു ഒഫീഷ്യൽ ആയിട്ട് അത് അംഗീകരിക്കുകയും അത് യുണൈറ്റഡ് നേഷൻസ് തന്നെ നേരിട്ട് സൂപ്പർവൈസ് ചെയ്ത് എല്ലാ വർഷവും നടത്താൻ തീരുമാനിക്കുകയും ചെയ്തതിന്റെ ഒരു സിമ്പിളാണിത്. കഴിഞ്ഞ 2007 മുതൽക്കാണ് ഇത് തുടങ്ങിയത്. അതേ സ്ഥാനത്ത് ഇതിനു മുമ്പേ വർഷങ്ങളായിട്ട് ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ കുറെ പ്രൈവറ്റ് ഫണ്ടിംഗ് ഒക്കെ ഉള്ള ഒരു ഏജൻസിയാണ്. ഡയബറ്റിസിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു NGO ആണായിരുന്നു. അപ്പോൾ അവരായിരുന്നു അത് പ്രധാനമായിട്ടും നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് ഒഫീഷ്യലായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷൻസും നേരിട്ട് നടത്താൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു സിമ്പിളാണ് ഈ ബ്ലൂ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ലോകത്തിൽ തന്നെ മനുഷ്യന്റെ ആയുസ് കുറയ്ക്കുന്നതിൽ ഡയബറ്റീസ് ഒരു വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ മറ്റ് പല ഫ്രണ്ടുകളിലും ഇപ്പൊ ചികിത്സയുടെ ആണെങ്കിലും മറ്റു പല കാര്യങ്ങളിലും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയും നമ്മുടെ ആയുസ്സിനെ നീട്ടിക്കിട്ടുവാനുള്ള എല്ലാ ആയുധങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അതിനെ കൂടെ തന്നെ പ്രമേഹം പോലുള്ള മറ്റ് ഇത്തരം അസുഖങ്ങൾ വന്നിട്ട് ആ നേട്ടത്തിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഒരു സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. മറ്റത് കമ്മ്യൂണിക്കേബിൾ ഡിസീസ് ആവുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഇപ്പം കോളറ അല്ലെങ്കിൽ വസൂരി ഇങ്ങനത്തെ സാധനങ്ങളെ നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു. അതേ സ്ഥാനത്ത് നോൺ കമ്മ്യൂണിക്കേബിൾ ഡിസീസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഇതുവരെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടില്ല. അപ്പം ഒരു അണുവിനെ കൊല്ലാൻ എളുപ്പമാണ്, പക്ഷെ ശരീരത്തിലെ ജീൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത രീതികളെ മാറ്റിയിട്ട് മാത്രമേ ഇതിനോട് നമുക്ക് മല്ലിടാൻ പറ്റുള്ളൂ എന്നുള്ള അർത്ഥം. ദൈനംദിനം ചികിത്സയിലും പ്രമേഹത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ വരുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെക്കാളേറെ ഒരുപാട് പടി മുന്നോട്ട് ഈ വർഷം വന്നു. അടുത്ത വർഷം നമുക്ക് ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കാം. ഒരുപാട് ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു 10 വർഷത്തെ പഠനങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പ് ഡയബറ്റിക് രോഗികൾക്കുണ്ടായിരുന്ന ചികിത്സ കൊടുത്തിട്ട് അവർക്കുണ്ടായിട്ടുള്ള ഒരു പ്രയോജനം ഈ വർഷങ്ങളിൽ കൂടിയിട്ടുണ്ടോ? പുതിയ മരുന്നുകളൊക്കെ വന്ന് തീർച്ചയായിട്ടും. അതായത് നമുക്ക് ചികിത്സിക്കാനുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്. ആർമമെന്റേറിയം, ട്രീറ്റ്മെന്റ് ആർമമെന്റേറിയം, നമ്മുടെ ഈ ഇൻസുലിനും അതല്ലാതെ തന്നെ മറ്റു പല കാര്യങ്ങളും ടാബ്ലറ്റ്സ് രൂപത്തിലാണെങ്കിലും ഇഞ്ചക്ഷൻ രൂപത്തിലാണെങ്കിലും ഒക്കെ പുതിയ പല മരുന്നുകളും നമ്മുടെ വിപണിയിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഈ അടുത്തൊരു ലേഖനം എഴുതുകയുണ്ടായിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ. ഈ ഇൻസുലിൻ അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ഹോർമോണുകളാണ്? ഹോർമോണൽ ആസ്പെക്ടില് ഇൻസുലിൻ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോർമോൺ എന്നാണ് പൊതുവെ നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണ. പക്ഷെ അതല്ലാതെ ഇപ്പോഴും പല ശരിയായ ധാരണയെ കുറിച്ച് പറയാണെങ്കിൽ പല ഡോക്ടർമാർക്ക് പോലും വ്യക്തമായ ഒരു ധാരണയില്ല. തീർച്ചയായിട്ടും. കാരണം പ്രമേഹം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കണം. നമ്മളെ ബേസിക് മെറ്റബോളിസം മുതൽക്ക് ബേസിക് ഫിസിയോളജി ബയോകെമിസ്ട്രി മുതൽക്ക് പഠിച്ച് മനസ്സിലാക്കി വരുന്ന ഒരാൾക്ക് മാത്രമേ പ്രമേഹത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ധാരണക്കുറവുണ്ടാകുന്നത്. പ്രമേഹത്തിന് ഈ അടുത്ത കാലത്താണ് പ്രമേഹത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് വന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോണിന്റെ ചേഞ്ചസ്, ഈ ഇൻസുലിൻ അല്ലാതെ തന്നെ പലതരം ഹോർമോൺസ് പ്രമേഹം ഉണ്ടാക്കുന്നതിൽ നല്ല റോള് പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് ഏതാണ്ട് 1960 മുതൽ തന്നെ ഒരു മനസ്സിലാക്കപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ദാറ്റ് ഇസ് കോൾഡ് ബൈഹോർമോണൽ തിയറി ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന സാധനം. ഈ ബൈഹോർമോണൽ തിയറി അറിയാമായിരുന്നെങ്കിൽ പോലും, അത് ബൈഹോർമോണൽ എന്ന് പറഞ്ഞാൽ 2 ഹോർമോൺസ് ഉണ്ട്. ഒന്ന് ഇൻസുലിനും മറ്റത് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഇൻസുലിൻ ഒരു ഹോർമോണാണ്. ഈ ഗ്ലൂക്കഗോൺ ഒരു കൗണ്ടർ റെഗുലേറ്ററി ഹോർമോണാണ്. അതായത് ഇൻസുലിന്റെ ഓപ്പോസിറ്റ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഇൻസുലിനെ കൺട്രോൾ എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു കടിഞ്ഞാൺ വേണം. അപ്പൊ ഇൻസുലിൻ കൂടുതൽ വന്നിട്ട് ഷുഗറിനെ വല്ലാതെ താഴ്ത്തുമ്പോൾ ശരീരത്തിന് അതിനെ നിയന്ത്രിക്കാൻ വേറൊന്ന് വേണം. ഷുഗറിനെ കൂട്ടി അതിനെ നോർമൽ ആക്കി. അപ്പൊ അതിനുവേണ്ടി ശരീരം ഉണ്ടാക്കിയ ഒരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. പക്ഷേ അബദ്ധവശാലോ അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ശരീരത്തിൽ പ്രമേഹം ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന അതിന്റെ അളവ് കൂടുന്നു. ഇൻസുലിൻ കുറയുന്നത് പോലെ തന്നെ ഇതിന്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പൊ 2 സ്ഥലത്തേക്കും കൂടി രണ്ടിനും ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു അസുഖമായിട്ട് ടൈപ്പ് 2 ഡയബറ്റീസ് മാറുന്നു. ഈ ഗ്ലൂക്കഗോൺ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ പോലും അത് ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിൽ എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്താമെന്ന് ഇതുവരെ അധികം ഐഡിയ ഉണ്ടായിരുന്നില്ല നമുക്ക്. അപ്പൊ അടുത്ത കാലത്ത് 1995 ശേഷമാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള പഠനങ്ങൾ നടക്കുകയും വളരെ അടുത്ത കാലത്ത് മാത്രം ഇതിൽ പല തെറാപ്യൂട്ടിക് എയ്ഡ്സും പുതിയ മരുന്നുകളും മറ്റും വിപണിയിൽ വരികയും ചെയ്യും.
കൂടിയ മരുന്നുകളും ചികിത്സാ രീതികളൊക്കെ എങ്ങനെ സാധാരണക്കാരന് എങ്ങനെ എടുക്കാൻ പറ്റും? ഈ പ്രധാനമായിട്ട് ഇത് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പം കുറച്ച് മുമ്പ് എന്നോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, ഡോക്ടർ ഞാൻ പ്രമേഹ രോഗിയാണ് കുറച്ച് കാലമായിട്ട്, അപ്പോൾ എനിക്ക് ഗുളിക കഴിച്ച് തുടങ്ങണോ, ഗുളിക കഴിക്കണോ എന്നുള്ളത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ അതാണ്, നമ്മുടെ എന്തുകൊണ്ടാണ് ഈ രോഗിക്ക് ഇയാൾക്ക് പ്രമേഹം ഉണ്ടായത് എന്നുള്ള കാര്യത്തെ മനസ്സിലാക്കി അതിനെ അപഗ്രഥിച്ചിട്ട് വേണം ചികിത്സ നിശ്ചയിക്കാൻ. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ദുർമേധസ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എക്സസൈസിന്റെ കുറവ് കൊണ്ടോ ഭക്ഷണ ക്രമീകരണത്തിലെ അപാകത കൊണ്ടോ ജീവിതത്തിലെ സ്ട്രെസ് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന പ്രമേഹമൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ ആംഗിളിലാണ് നമ്മുടെ ചികിത്സ തുടങ്ങേണ്ടത്. അങ്ങനെയാണ് എനിക്ക് വളരെ പ്രധാനമായ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഹൃദ്രോഗത്തിന്റെ ചികിത്സയിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാമുകൾ കേരളത്തിൽ തന്നെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പല ഡോക്ടർമാരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ അറിയപ്പെടുന്ന കാർഡിയോളജിസ്റ്റുകളോ അറിയപ്പെടുന്ന ഫിസിഷ്യൻസ് അതിനെ എതിർക്കാറുണ്ട്. പക്ഷേ ഈ ഡയബറ്റീസിന്റെ യഥാർത്ഥ ഒരു ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോഴും ഡോക്ടർ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാമിലേക്കല്ലേ വരുന്നത്? അതെ അതെ, ഞാൻ എപ്പോഴും ഊന്നൽ കൊടുക്കുന്നത് അതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രമേഹം ഉണ്ടാകാനുള്ള കാരണം അത് ടൈപ്പ് 2 പ്രമേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പലതരം പ്രമേഹങ്ങളുണ്ട്. പ്രമേഹം ടൈപ്പ് 1 ഉണ്ട്, അത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ഇൻസുലിൻ ബീറ്റാ സെൽസ് നശിച്ചു പോയിട്ട് ഇൻസുലിൻ സെക്രീഷൻ പാടെ ഇല്ലാതാകുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതിന് ഇൻസുലിൻ കൊടുക്കുക നിവർത്തിയില്ല. അപ്പം നമ്മൾ ആദ്യം ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം ഏത് ടൈപ്പ് ആണെന്നുള്ളത്. ഈ ടൈപ്പ് 1 ഉം ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 2 മാത്രമല്ല, മറ്റ് പലതരം പ്രമേഹങ്ങളുണ്ട്.